ഈ കാണുന്ന ആൾ ഈ ഗുഹയ്ക്കുള്ളിലെ 500 വർഷമായിട്ട് ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അപ്പൊ എപ്പോഴൊക്കെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നോ അപ്പോഴേക്ക് ഗുഹയ്ക്കുള്ളിലെ വേരുകൾ അയാളെ പിടിച്ച് ഉപദ്രവിക്കും. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം മറ്റൊരാൾ ആ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അയാളും ഗുഹയ്ക്കുള്ളിലേക്ക് വീഴുന്നു. അങ്ങനെ പുതുതായി വന്നവനെ കണ്ട് സന്തോഷത്തിൽ ആ വയസ്സായ ആൾ ഓടിച്ചെല്ലാണ്. ശേഷം രണ്ടാമത് വന്നവൻ പറഞ്ഞു, പന്നി ഡീമനെ ഇല്ലാതാക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അതിനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ സഹായം ചോദിക്കുകയാണ്. ഉടനെ വയസ്സായ ആള് പറഞ്ഞു, ദേ അവിടെ ഇരിക്കുന്ന ആ കല്ല് കണ്ടോ നീ, അത് ഞാൻ സ്വർഗത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, അത് വെച്ച് പന്നി ഡീമനെ കൊല്ലാൻ സാധിക്കുമെന്ന്. ഇത് കേട്ട് പയ്യൻ ഒരു കോൺഫിഡൻസ് ഒക്കെ വരാണ്. കാരണം ആ വയസ്സായ ആളാണ് കുരങ്ങ രാജാവ്. അയാളെ ബുദ്ധനാണ് ആ കല്ല് വെച്ച് ഗുഹയിൽ അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് ആ പയ്യൻ അറിയാമെന്ന് മനസ്സിലാക്കിയ കുരങ്ങ രാജാവ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ നിലാ വെളിച്ചത്തിൽ ഒരു സുന്ദരി പെണ്ണിനെ ഡാൻസ് കളിപ്പിക്കണം. അങ്ങനെ ചെയ്ത പന്നി രാജാവ് അവിടേക്ക് വരും. ശേഷം പന്നി ഡീമന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയുന്നു. ഇത് കേട്ട പയ്യൻ ആ ഗുഹയുടെ മോളിൽ പോയിരുന്നിട്ട് നിലാ വെളിച്ചത്തിൽ അവന്റെ കാമുകിയെ നൃത്തം ചെയ്യിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവിടേക്ക് പന്നി ഡീമൺ വരുന്നു. എന്നിട്ട് ആ ഗുഹയിലേക്ക് തലയിട്ട് നോക്കിയതും കുരങ്ങ രാജാവ് പന്നിയെ പിടിച്ച് ഗുഹയ്ക്കുള്ളിലാക്കുകയാണ്. ശേഷം ഗുഹയ്ക്കുള്ളിൽ നോക്കിയാല് കുരങ്ങ രാജാവ് ആ പന്നി ഡീമനെ ഒരു കുട്ടി പന്നിയാക്കി മാറ്റിയിരിക്കുന്നു. ഉടനെ പയ്യൻ അവന്റെ കയ്യിലിരുന്ന സഞ്ചിയില് കുട്ടി പന്നിയെ ആക്കാണ്. അപ്പൊ കുരങ്ങ രാജാവ് പറഞ്ഞു മോളിൽ നിൽക്കുന്ന താമരപ്പൂ ഓടിക്കാൻ. ഉടനെ പയ്യൻ ആ താമരപ്പൂ ഓടിച്ചതും താമര നിന്ന് കത്താൻ തുടങ്ങി. സംഭവം എന്താന്ന് വെച്ചാൽ ആ താമരപ്പൂ വെച്ചാണ് ബുദ്ധൻ അയാളെ അടച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ബന്ധനം തകർത്ത് കുരങ്ങ രാജാവ് ഗുഹയിൽ നിന്ന് റിലീസ് ആയിരിക്കുകയാണ്.